കരുളായി പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരണത്തിലും വയോജന പാർക്ക് നിർമ്മാണത്തിലും അഴിമതി നടന്നെന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് LDF കരുളായി പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. LDF പഞ്ചായത്ത് കൺവീനർ ഹാരിസ് പനോലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഈ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അന്ന് രാത്രിയോടെ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു, ഫുട്ബോൾ കളി. ആ ഫുട്ബോൾ ആ സമയത്ത് തന്നെ അതിന്റെ നെറ്റുകളെല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ തുക ഈ ജില്ലാ പഞ്ചായത്ത് ഈ ഗ്രൗണ്ട് നവീകരണത്തിനും അതുപോലെ നമ്മുടെ പാർക്കിനും എത്ര രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇതുവരെ വ്യക്തതയില്ല ആർക്കും. ഇതൊരു ഏജൻസി പ്രവൃത്തിയാണ് നടക്കുന്നത്. ഈ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന് സ്വന്തമായി തന്നെ എഞ്ചിനീയർ വിഭാഗമുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൊട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൊട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ തൊട്ട് ഓവർസിയർമാർ അങ്ങനെയുള്ള വലിയൊരു പട മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിന് എഞ്ചിനീയർ വിഭാഗം സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഈ എഞ്ചിനീയർ വിഭാഗം കൊടുത്തത് ആ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന പൊതുമരാമത്ത് പ്രവർത്തികൾ ആ പ്രവർത്തിക്ക് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആ പ്രവൃത്തിക്ക് എസ്റ്റിമേറ്റ് എടുത്ത് സാങ്കേതികാനുമതി നൽകി ടെൻഡർ ചെയ്ത് പ്രവർത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയാണ് ആ എസ്റ്റിമേറ്റ് എഞ്ചിനീയർ വിഭാഗമുള്ളത്. ആ എഞ്ചിനീയർ വിഭാഗത്തിന്റെ അവരെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 3-4 വർഷമായി തന്നെ എല്ലാ പ്രവൃത്തികളും ഏജൻസിയെ ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വയോജന പാർക്കിലെ വയോജനങ്ങൾ പരിശീലനം നടത്തുന്ന സമയത്ത് ഉപകരണം പൊട്ടി വീണിരുന്നു. ഗ്രൗണ്ടിൽ സ്ഥാപിച്ച ഗോൾ പോസ്റ്റിലെ നെറ്റും നിലവാരം കുറഞ്ഞതിനാൽ നശിച്ചിരുന്നു. ഈ പദ്ധതിയിൽ നടന്ന വ്യാപക അഴിമതിക്കെതിരെ വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ചെയർമാൻ B. വേണുഗോപാൽ അധ്യക്ഷനായി. സിദ്ദീഖ് വടക്കൻ, രവീന്ദ്രൻ വെള്ളങ്ങോട്ട്, J. രാധാകൃഷ്ണൻ, P. ബാലകൃഷ്ണൻ, V. വേലായുധൻ എന്നിവർ സംസാരിച്ചു. P. അബ്ദുൽ മജീദ് മാസ്റ്റർ സ്വാഗതവും CP സഫറലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.